ഞാനിപ്പോഴുള്ളത് ഉടുമ്പുതല കരികടവിലാണ്. എൻ്റെ കൂടെയുള്ളത് വൈഷ്ണ രതീഷ്. വൈഷ്ണ രതീഷിന് ഒരു കഴിവുണ്ട്, അതെന്താണെന്ന് മോൾ തന്നെ പറയും. എന്താണ് മോളുടെ കഴിവ്? കാൽവിരലും അടക്കിച്ച് മുന്നോട്ടും ബാക്കോട്ടും നടക്കുന്ന കഴിവ്. അപ്പൊ അത് എപ്പം മുതലാണ് മോള് ചെയ്യാൻ തുടങ്ങിയത്? അങ്കമാടിന്ന് ചെയ്യലുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ നടക്കുന്നതിന് ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടില്ല ഇപ്പൊ? എന്താണറിയാം? ഇന്ത്യ ബുക്ക് റെക്കോർഡും കേരള ബുക്ക് റെക്കോർഡും. സാധാരണ എല്ലാരും നേരെയല്ലേ നടക്കുന്നുണ്ടിട്ടുള്ളത്. അപ്പൊ വേറെ രീതിയിൽ നടക്കണം എന്ന് എങ്ങനെയാ തോന്നിയത്? ഇങ്ങനെ വെറുതെ നടക്കുമ്പോ നല്ലോണം നടക്കാനായി അങ്ങനെ നടന്ന് കിട്ടിയത്. അപ്പൊ ഇപ്പം നേരെ നടക്കാനാണോ ഇഷ്ടം, അല്ല കാല് വിരല് മടക്കി നടക്കാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം തന്നെ. അപ്പൊ ഇത് പിന്നെ കുഞ്ഞി നടക്കുന്നുണ്ടിട്ട് ഇപ്പൊ ഇവിടെ കുറെ ഫ്രണ്ട്സ് ഇല്ലേ, അപ്പൊ അവരെല്ലാം അതുപോലെ നടക്കാൻ ശ്രമിക്കുന്നുണ്ടാ? ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നടക്കുമ്പോ കാലിന് ഫുള്ള് വെയിറ്റ് വരുന്നത് നമ്മളെ വിരലിനല്ലേ? അപ്പൊ അങ്ങനെ നടക്കുമ്പോ വേദന ഉണ്ടോ കാല്? വേദനയൊന്നുമില്ല, നടന്ന് പ്രാക്ടീസ് ആയി അല്ലേ? വൈഷ്ണ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പടന്നക്കടപ്പുറം പ്രീ പ്രൈമറിയാ പഠിക്കുന്നത്. അപ്പൊ സ്കൂളിൽ എല്ലാവർക്കും അറിയാം ഈ കഴിവുണ്ട് എന്ന്? നടക്കാൻ പറയലുണ്ട് കണ്ടാല്. അതെയാ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടിക്ക് കുറെ അംഗീകാരം കിട്ടിയിട്ടില്ലേ? കുറെ സ്ഥലത്തുനിന്ന് ഓരോരാൾ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റും അതുപോലെ ഷീൽഡും എല്ലാം തന്നിട്ടില്ലേ? അപ്പൊ അത് കാണുമ്പോ എന്താണ്, സന്തോഷാണോ? അപ്പൊ ഇപ്പൊ കുറെ അംഗീകാരം കിട്ടി. കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി, പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. അപ്പൊ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡാണല്ലേ? അല്ലേ? അപ്പൊ അതിനു വേണ്ടി ഇനിയും പരിശ്രമിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇതുപോലെ സമയം കിട്ടുമ്പോ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ വൈഷ്ണക്കുട്ടിക്ക് ആശംസകൾ നേരുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.